എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. മലമുകളിൽ നിന്നും പട്ടണത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു പുഴയുണ്ട്. ഈ പുഴയുടെ ഉത്ഭവ സ്ഥാനങ്ങളിൽ 5-6 കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിലെല്ലാം ഈ മരത്തിൻ്റെ ഇലകളും ചില്ലകളെല്ലാം വീണ് മലിനമായി കിടക്കുകയായിരുന്നു. വെള്ളത്തിൻ്റെ ഒഴുക്കും, പുഴയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കും സുഗമമായിരുന്നില്ല. അതെല്ലാം പല സ്ഥലത്തും തടസ്സപ്പെട്ടും അതുപോലെ തന്നെ വളരെ മലിനമായിരിക്കുന്ന ജലമായിരുന്നു പട്ടണത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നത്. ഒരിക്കലൊരു കൗൺസിൽ യോഗം കൂടിയിട്ട് ഒരു വ്യക്തിയെ ഈ പുഴയുടെ പരിസരങ്ങളും അതുപോലെ ആ കുളങ്ങളും മലയുടെ മുകളിലുള്ളതായ കുളങ്ങളെല്ലാം വൃത്തിയാക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ പട്ടണത്തിലെ കൗൺസിൽ യോഗം ആലോചിച്ച് ഒരു വ്യക്തിയെ നിയമിച്ചിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടും വളരെ ശുഷ്കാന്തിയോടും വളരെ കാര്യഗൗരവമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വന്നിരുന്നു. നിരന്തരമായി അദ്ദേഹം ഈ കുളങ്ങൾ സന്ദർശിക്കുകയും അതിൻ്റെ തീരങ്ങളിലൂടെ നടന്ന് അതെല്ലാം വൃത്തിയാക്കുകയും പുഴയുടെ തീരങ്ങളിലൂടെ നടന്ന പുഴയിലേക്ക് ഒഴുകി വരുന്നിടത്തുള്ളതായ എല്ലാ മാലിന്യങ്ങളെയും നീക്കം ചെയ്ത്, മാത്രമല്ല മരച്ചില്ലകളും വലിയ കൂറ്റങ്കല്ലുകളും അങ്ങനെയുള്ളതായ ഇതെല്ലാം മാറ്റി മലിനമാകുന്ന വെള്ളം മലിനമാകുന്ന എല്ലാ വസ്തുക്കളെയും താൻ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമാണിപ്പോൾ പുഴയിലൂടെ ഒഴുകി വരുന്നത്. ആ പുഴയിലൂടെ നല്ല ശുദ്ധമായ സ്വച്ഛമായിരിക്കുന്നതായി ജലം ഒഴുകി വരുന്നത് കൊണ്ട് അരയന്നങ്ങൾ അവിടെ കൂട്ടത്തോടെ എത്തി അവിടെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ഈ അരയന്നങ്ങൾ ചെയ്തു. എന്തിനധികം വിനോദസഞ്ചാരികൾ അധികം താമസമില്ല ഈ നദീതീരത്തേക്ക് വരികയും അതുപോലെ പട്ടണത്തിൽ അവിടെ വരികയും അതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. അപ്പോഴേക്കും വലിയ വലിയ റെസ്റ്റോറൻറ്റുകൾ ഈ പുഴയുടെ തീരങ്ങളിൽ നിർമ്മിച്ച് അവിടെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കമ്പനികളും ഹോട്ടലുകളും ലോഡ്ജുകളെല്ലാം അവിടെ വരുവാനിടയായി. കൃഷിയിലേക്ക് ധാരാളം വെള്ളം കിട്ടുന്നതുകൊണ്ട് പാടങ്ങളിലെല്ലാം നല്ല കൃഷികളായി. അങ്ങനെ ആ പട്ടണത്തിൻ്റെയും ആ ഗ്രാമത്തിൻ്റെയും ഒക്കെ മുഖച്ഛായ തന്നെ മാറി. ഒരിക്കൽ കാലങ്ങൾ കുറെ കഴിഞ്ഞുപോയി. ഒരിക്കൽ ഒരു വാർഷിക കൗൺസിൽ യോഗം പട്ടണത്തിൽ വിളിച്ചുകൂട്ടി. അവിടെ വരവ് ചെലവ് കണക്കുകളെല്ലാം അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ മലയിൽ ജോലി ചെയ്യുന്നതായ ഈ വ്യക്തിയുടെ ശമ്പളത്തിൻ്റെ കണക്കും വായിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു കൗൺസിൽ മെമ്പർ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ വെറുതെ ഈ പണം വേസ്റ്റ് ആക്കുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അദ്ദേഹത്തെ പിരിച്ചുവിടാനായിട്ട്. അങ്ങനെ എല്ലാവരും ഐകകണ്ഠ്യേന ഈ വ്യക്തിയെ പിരിച്ചുവിടുവാനുള്ളതായ യോഗത്തിൽ റിപ്പോർട്ട് പാസ്സാക്കി. അങ്ങനെ ഈ മനുഷ്യനെ അദ്ദേഹത്തെ തൊഴിൽ നിന്ന് പിരിച്ചുവിട്ടു. ആദ്യത്തെ 2-3 ആഴ്ചകളൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ചില മാസങ്ങൾ കഴിഞ്ഞു, ശരത്കാലം വന്നു. അതോടുകൂടി മരത്തിന്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഈ കുളത്തിലും പുഴയിലും അടിഞ്ഞുകൂടി. എന്ന് മാത്രമല്ല, മരത്തിന്റെ ചില്ലകളും ഉണങ്ങിയ മരത്തിന്റെ ശാഖകളെല്ലാം താഴെ വീണ് അങ്ങനെ വെള്ളം മുഴുവൻ മലിനമായി. കുളങ്ങളിലെ വെള്ളം മുഴുവൻ മലിനമായി, പുഴയിലേക്ക് ഒഴുകുന്ന വെള്ളം മലിനമായി. മാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം മൃതശരീരങ്ങളൊക്കെ അവിടെ ചിതറി. അതെല്ലാം കൊണ്ട് ഇപ്പോൾ ഈ പട്ടണത്തിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായില്ല. പല സ്ഥലങ്ങളിലും അത് തടയപ്പെട്ടു. എന്നു മാത്രമല്ല, ഇപ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിന് മഞ്ഞ നിറം കാണപ്പെട്ടു. അതോടൊപ്പം തന്നെ അതിന് ദുർഗന്ധവും അതിൽ നിന്ന് വമിക്കാൻ തുടങ്ങി. അരയന്നങ്ങൾ അവിടേക്ക് വരാതെയായി. വിനോദസഞ്ചാരികളുടെ വരവും നിലച്ചു. എന്തിനധികം ആ പട്ടണത്തിലും പരിസരങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള വ്യക്തികൾ മുഴുവൻ പകർച്ചവ്യാധികളാൽ പിടിക്കപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും നാശോന്മുഖമായ രീതിയിലേക്ക് ഈ പട്ടണവും പട്ടണവാസികളും തൊട്ടടുത്തുള്ള ഗ്രാമവാസികളെല്ലാം പോകുവാനിടയായി. കൃഷി ശരിയായ രീതിയിൽ നടക്കുന്നില്ല. എല്ലാവിധത്തിലുള്ളതായ തകർച്ച ആ പട്ടണത്തിലുണ്ടായി. ഉടനെ അടിയന്തരമായിട്ട്
ഒരു കൗൺസിൽ യോഗം വീണ്ടും വിളിച്ചുകൂട്ടി പിരിച്ചുവിട്ടതായ ആ തൊഴിലാളിയെ വീണ്ടും നിയമിച്ചു. കൂടുതൽ ശമ്പളം കൊടുത്ത് അദ്ദേഹം നിയമിച്ചു. അദ്ദേഹം വന്ന് അവിടെയുള്ള കുളങ്ങളെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി, പുഴയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി, പരിസരങ്ങളെല്ലാം വൃത്തിയാക്കി, മലിനമായിരുന്നതായ ആ മാലിന്യങ്ങളെല്ലാം നീക്കി, വെള്ളത്തിൻ്റെ ഒഴുക്ക് പഴയതുപോലെ സുഗമമാക്കി, തെളിഞ്ഞ സ്വച്ഛമായിരുന്നതായ ജലം ഈ പുഴയിലൂടെ ഒഴുകാൻ തുടങ്ങി. പഴയതുപോലെ അരയന്നങ്ങളെല്ലാം അവിടേക്ക് മടങ്ങി വന്നു. അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ സുഗമമായിരിക്കുന്നതായ വരവും നടക്കാനിടയായി. കൃഷിയും അതുപോലെ തന്നെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു. രോഗമുക്തമായ ഒരു പട്ടണമായി അത് മാറുവാനിടയായി. വീണ്ടും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതുപോലെ തന്നെയാണ് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പാപത്തിൽ നിബന്ധിച്ചു. അതിന്റെ ഫലമായി മനുഷ്യന്റെ പാപ സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയായി. ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പാപിയായ മനുഷ്യൻ രോഗത്തിനും മറ്റു പലവിധ പ്രശ്നങ്ങളിലേക്കും അകപ്പെട്ടുപോയി ന്യായവിധിയുടെ വക്കത്ത് നിൽക്കാൻ ഇടയായി. ഇവിടെ നമ്മൾ കാണുന്നത് പാപമുള്ളിൽ കിടക്കുന്നതുകൊണ്ട് പാപപ്രവർത്തികൾ മനുഷ്യനിൽ നിന്ന് പുറപ്പെടാനിടയായി. തിരുവചനം ഇങ്ങനെ പറയുന്നു: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, കോപം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നീ മാലിന്യങ്ങൾ മനുഷ്യനെ അശുദ്ധിയിൽ നിന്ന് അശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനിടയായി. അങ്ങനെ മനുഷ്യൻ മലിനപ്പെട്ടുപോയി. മനുഷ്യന്റെ ഉള്ളിൽ മുഴുവൻ മാലിന്യം നിറഞ്ഞു, പാപത്തിന്റെ മാലിന്യം നിറഞ്ഞു. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച് താൻ പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കാൽവറി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപിയായിരിക്കുന്ന പാപ സ്വഭാവത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യന് ആ മാലിന്യത്തെ മുഴുവൻ, ആ പാപ മാലിന്യത്തെ മുഴുവൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി അവന് സ്വർഗം പ്രദാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവനെ വിശുദ്ധനും വിശുദ്ധയാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമായി ഈ അശുദ്ധിയിൽ നിറഞ്ഞതായ മനുഷ്യനെ വിശുദ്ധനാക്കി എന്നു മാത്രമല്ല, ആത്മാവിന്റെ ഫലം അവനിൽ ഉളവാക്കുവാനിടയാകും. അതായത് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ സദ്ഗുണങ്ങൾ മനുഷ്യന് വേണ്ടി കർത്താവ് പ്രദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ആ വ്യക്തി ആ കുളങ്ങളും പുഴയും എല്ലാം മാലിന്യമുക്തമാക്കിയതുകൊണ്ട് ആ പട്ടണത്തിലേക്ക് വിനോദസഞ്ചാരികൾ വന്നു. ആ ജലാശയത്തിൽ ധാരാളം അരയന്നങ്ങൾ സ്വൈര്യവിഹാരം നടത്തി. റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും ലോഡ്ജുകളും എല്ലാം അവിടെ ഉണ്ടായി. ഫാക്ടറികളും കമ്പനികളും ആ പട്ടണത്തിലേക്ക് അനുദിനം വരുവാനിടയായി. അങ്ങനെ കൃഷിയും എല്ലാം കൊണ്ട് സമാധാനപൂർണമായിരുന്നു, രോഗവിമുക്തമായി മാറിയ പട്ടണം. ഇതുപോലെയാണ് പാപസ്വഭാവം മനുഷ്യനിലേക്ക് കടന്നിട്ട് മനുഷ്യനെ മലിനമാക്കി, മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ന്യായവിധിയുടെ പക്കലാന്നിയായിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, യേശുവിൽ ആശ്രയിക്കുക,
കർത്താവിൽ വിശ്വസിക്കുക, അവനോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും.